പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപുത്രി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വിയോഗം ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും നൊമ്പരമുണർത്തുന്ന നിമിഷങ്ങളിൽ ഒന്നാണ്. നബി തന്റെ അവസാന നാളുകളിൽ രോഗബാധിതനായി കിടക്കുമ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അദ്ദേഹത്തെ സന്ദർശിക്കാനെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ചെവിയിൽ എന്തോ രഹസ്യം പറഞ്ഞു. ഇത് കേട്ടതും ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞു. കുറച്ചു കഴിഞ്ഞ് വീണ്ടും ഒരു രഹസ്യം പറഞ്ഞു. ഉടനെ ഫാത്തിമ റളിയല്ലാഹു അൻഹ പുഞ്ചിരിച്ചു. കണ്ടുനിന്നവർക്കെല്ലാം വിസ്മയമായി. എന്തായിരിക്കും ആ രഹസ്യം? റസൂലിൻ്റെ വഫാത്തിന് ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ രഹസ്യം വെളിപ്പെടുത്തി. ആദ്യം പറഞ്ഞ രഹസ്യം, ഈ രോഗത്തിൽ നിന്നും ഞാൻ മോചിതനാവുകയില്ല. ഇത് എൻ്റെ അവസാനത്തെ രോഗമാണ്. ഇത് കേട്ട് സങ്കടം സഹിക്കാതെയാണ് ഞാൻ കരഞ്ഞത്. രണ്ടാമത് പറഞ്ഞ രഹസ്യം, എൻ്റെ മരണശേഷം എന്നോട് ആദ്യമായി വന്നു ചേരുന്ന കുടുംബാംഗം നീ ആയിരിക്കും. അത് കേട്ടപ്പോഴാണ് ഞാൻ ചിരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ആ വാഗ്ദാനത്തിൽ ഫാത്തിമ ബീവിക്ക് പരിപൂർണ വിശ്വാസമുണ്ടായിരുന്നു. നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ സ്ഥിതി ദയനീയമായിരുന്നു. പിന്നെ മരണം വരെ ആ മഹദി ചിരിച്ചിട്ടില്ല. തലയിൽ എണ്ണ തേക്കുകയോ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുകയോ ചെയ്തിട്ടില്ല. സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയില്ല. പിന്നെ പുറത്തിറങ്ങിയത് ഒരേ ഒരു തവണ മാത്രം. അത് തൻ്റെ പിതാവിൻ്റെ റൗളയിലേക്കായിരുന്നു. വഫാത്തിൻ്റെ ദിവസം ബീവി കുളിക്കുകയും ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്തു. തൻ്റെ വിരിപ്പ് വീടിൻ്റെ നടുവിലേക്ക് മാറ്റാൻ അവർ ആവശ്യപ്പെട്ടു. അലി റളിയല്ലാഹു അൻഹു വീട്ടിൽ വന്നപ്പോൾ ഫാത്തിമ ബീവി തൻ്റെ വരാനിരിക്കുന്ന വേർപാടിനെക്കുറിച്ച് സംസാരിച്ചു. ഇത് കേട്ടതും അലി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. കൂടെ ഫാത്തിമ ബീവിയും. അലി റളിയല്ലാഹു അൻഹു വിതുമ്പിക്കൊണ്ട് സ്വയം വേവലാതിപ്പെടുകയാണ്. ഫാത്തിമ ബീവി തൻ്റെ മകളെ വിളിച്ച് മടിയിലിരുത്തി. ഒന്നും അറിയാത്ത ആ നിഷ്കളങ്കമായ മുഖങ്ങൾ നോക്കി ഫാത്തിമ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാളെ നിന്റെ ഉപ്പയെ കണ്ടുമുട്ടുമ്പോൾ എനിക്ക് തങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരാൻ ആഗ്രഹമുണ്ടെന്നും തങ്ങൾക്കോ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നും പറയണു. ഫാത്തിമ, നിന്റെ മഹത്വം പൂർണ്ണമായി മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായി എന്ന് വരില്ല. അതുകൊണ്ട് തങ്ങളോട് എന്നെപ്പറ്റി പരാതി പറയരുത്. ഞാനൊരു പാവമാണ്. എല്ലാം പൊരുത്തപ്പെട്ട് തരണം. നാളെ മഹ്ശറയിൽ വെച്ച് നമുക്ക് കാണാം. അലി റളിയല്ലാഹു അൻഹു തേങ്ങിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഒരു ഭാര്യ എന്ന നിലയിൽ എന്തെങ്കിലും കുറവുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ പുറത്തു തരണമെന്ന് അവർ അലി റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ അലി റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലാഹു ആണ് സത്യം. നിങ്ങളിൽ നിന്ന് എനിക്ക് പ്രിയമല്ലാത്തതൊന്നും ഉണ്ടായിട്ടില്ല. അലിയാരുടെ കൈ പിടിച്ചുകൊണ്ട് ഫാത്തിമ ബീവി പറഞ്ഞു, എൻ്റെ മക്കളെ നന്നായി നോക്കണം. അവരെ വിഷമിപ്പിക്കരുത്. അവരെ അടിക്കുകയും ചെയ്യരുത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി മക്കളോടും ഭർത്താവിനോടും യാത്ര ചോദിച്ച ശേഷം അവർ അല്ലാഹുവിനെ സ്മരിച്ചു കൊണ്ട് കിടന്നു. അല്പസമയത്തിനകം ആ പരിശുദ്ധാത്മാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു. ബീവിയുടെ വിയോഗ വാർത്ത അറിഞ്ഞ അലിയാർ തങ്ങൾ അങ്ങേയറ്റം തളർന്നുപോയി. മഹദിയുടെ ഭൗതിക ശരീരത്തിനരികിൽ ഇരുന്നു കൊണ്ട് അലിയാർ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങയുടെ മകളിതാ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. എൻ്റെ പക്കലുള്ള അങ്ങയുടെ അമാനത്ത് ഇതാ ഞാൻ തിരികെ നൽകുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്നു. ബീവിയുടെ വസിയത്ത് അനുസരിച്ച് മയ്യിത്ത് കുളിപ്പിക്കാൻ അലി റളിയല്ലാഹു അൻഹുവിനെ സഹായിച്ചത് അവരായിരുന്നു. ഫാത്തിമ ബീവിയുമായി വളരെ അടുത്ത ആത്മബന്ധം പുലർത്തിയിരുന്ന ഒരു വനിതയായിരുന്നു അവർ. ഫാത്തിമ ബീവിയുടെ വസിയത്ത് അനുസരിച്ച് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ മയ്യിത്ത് കുളിപ്പിക്കുന്നതിൽ പങ്കെടുത്തുള്ളൂ. മഹദിയുടെ ഭർത്താവ് എന്ന നിലയിൽ പ്രധാനമായും മയ്യിത്ത് കുളിപ്പിച്ചത് അലിയാർ തങ്ങളായിരുന്നു. ബീവിയുടെ അടുത്ത സുഹൃത്തും
പിന്നീട് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പത്നിയുമായി തീർന്ന അസ്മാ ബിന്തു ഉമൈസ് റളിയല്ലാഹു അൻഹു ആണ് അലി റളിയല്ലാഹു അൻഹുവിനെ സഹായിച്ചത്. ചില ചരിത്ര വിവരണങ്ങളിൽ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹു ആണെന്നും പറയപ്പെടുന്നു. മയ്യിത്ത് കുളിപ്പിച്ച ശേഷം അലി റളിയല്ലാഹു അൻഹു ബീവിയെ കഫൻ പുതപ്പിച്ചു. ആ സമയത്ത് അദ്ദേഹം തൻ്റെ മക്കളായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അടുത്ത് വിളിച്ച് ഉമ്മയെ അവസാനമായി ഒന്ന് കാണാൻ അദ്ദേഹം അവരോട് പറഞ്ഞു. കുട്ടികൾ ഉമ്മയുടെ മയ്യിത്തിന് മുകളിൽ വീണ് കരഞ്ഞ ആ രംഗം കണ്ടു നിന്നവരെയെല്ലാം കണ്ണീരിലാഴ്ത്തി. അലി റളിയല്ലാഹു അൻഹുവിനും അവിടെയുണ്ടായിരുന്നവർക്കും സങ്കടം സഹിക്കാനായില്ല. തുടർന്ന് അലി റളിയല്ലാഹു അൻഹു തന്നെ അവരെ അവിടെ നിന്നും മാറ്റിയിരുത്തി കഫൻ തുണിയുടെ കെട്ടുകൾ മുറുക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടിന് ശേഷം ഫാത്തിമ ബീവി മാത്രമായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിന് ഏക ആശ്വാസം. അതുകൊണ്ട് തന്നെ ആ വിയോഗം അദ്ദേഹത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അക്കാലത്ത് മയ്യിത്തുകൾ വെറും കട്ടിലിൽ തുണി കൊണ്ട് മൂടിയാണ് കൊണ്ടുപോയിരുന്നത്. എന്നാൽ തൻ്റെ ശരീരത്തിൻ്റെ ആകൃതി പുറത്തു കാണുന്നത് ഫാത്തിമ ബീവിക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് അസ്മാ ബിന്തു ഉമൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഈത്തപ്പനയോലകൾ കൊണ്ട് ഒരു വളഞ്ഞ ആവരണം കട്ടിലിന് മുകളിൽ നിർമ്മിച്ചു. അതിനു മുകളിൽ തുണി വിരിച്ചപ്പോൾ ശരീരം പൂർണ്ണമായും മറയ്ക്കപ്പെട്ടു. ഇത് കണ്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു വിതുമ്പിക്കൊണ്ട് അത്ഭുതപ്പെട്ടു. കാരണം ബീവി അത്രമേൽ പരിശുദ്ധി ആഗ്രഹിച്ചിരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ അലി റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു, മക്കളായ ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നിവർ ആ മയ്യിത്ത് കട്ടിൽ തോളിലേറ്റി. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ആ യാത്രയിൽ പങ്കെടുത്തത്. അലി റളിയല്ലാഹു അൻഹു തൻ്റെ പ്രിയതമയെ അവസാനമായി വീട്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആ വീട് ശൂന്യമായതുപോലെ അദ്ദേഹത്തിന് തോന്നി. മഹദിയുടെ വസിയ്യത്തനുസരിച്ച് അർദ്ധരാത്രിയിലാണ് ജനാസ പുറത്തെടുത്തത്. മദീന നഗരം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ആരും അറിയാതെ തൻ്റെ പ്രിയതമയെ കൊണ്ടുപോകണമെന്ന് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ നിർബന്ധമായിരുന്നു. ജനക്കൂട്ടത്തെ ഒഴിവാക്കാനും ഫാത്തിമ ബീവി ആഗ്രഹിച്ച സ്വകാര്യത നിലനിർത്താനുമാണ് ഇങ്ങനെ ചെയ്തത്. മദീനയുടെ തെരുവുകളിലൂടെ ആ മയ്യിത്ത് കട്ടിൽ നീങ്ങുമ്പോൾ അലി റളിയല്ലാഹു അൻഹു വിതുമ്പിക്കൊണ്ടിരുന്നു. ജന്നത്തുൽ ബഖീ ലക്ഷ്യമാക്കി ആ ചെറിയ സംഘം നടന്നു നീങ്ങി. ബഖീയിലെത്തിയപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഒരു ചെറിയ ഖബറിലേക്ക് നോക്കി ഇപ്രകാരം പറഞ്ഞു: "ഓ ഖബറെ, നിനക്കറിയാമോ ആരെയാണ് ഞാൻ നിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്ന്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയ പുത്രിയെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്." ഈ രംഗത്ത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണീർ തുള്ളികൾ ഫാത്തിമ ബീവിയുടെ കഫൻ തുണിയിൽ വീഴുന്നുണ്ടായിരുന്നു. രാത്രിയുടെ ഇരുട്ടിൽ ആരും കാണാതെ ആ പുണ്യ ശരീരം മണ്ണിലേക്ക് വെച്ചു. അടക്കം കഴിഞ്ഞ് മടങ്ങുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത ഏകാന്തത അനുഭവപ്പെട്ടു. പിറ്റേന്ന് രാവിലെ മദീനക്കാർ വിവരമറിഞ്ഞപ്പോഴേക്കും ഖബറടക്കം കഴിഞ്ഞിരുന്നു. ബീവിയുടെ ആഗ്രഹപ്രകാരം അവരുടെ ഖബറിന് പ്രത്യേക അടയാളങ്ങളൊന്നും നൽകിയില്ല. അതുകൊണ്ട് തന്നെ ഇന്നും അവരുടെ കൃത്യമായ ഖബറിടം എവിടെയാണെന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട്. തൻ്റെ പിതാവിനെ കാണാനുള്ള അതിയായ ആഗ്രഹത്തോടെ ദുനിയാവിൻ്റെ പകിട്ടുകളൊന്നുമില്ലാതെ തികച്ചും ലളിതമായാണ് ആ മഹദി വിടവാങ്ങിയത്. അവസാനമായി ഖബറിലേക്ക് നോക്കി അദ്ദേഹം പാടിയ വരികൾ: "ഓ ഖബറെ, നിന്നെ ഞാൻ ആദരിക്കുന്നു. കാരണം നിന്റെ ഉള്ളിൽ നബി തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രിയാണുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവളെ, നിന്റെ വേർപാടിൽ ഞാൻ ഏകനായിരിക്കുന്നു. നമ്മൾ തമ്മിലുള്ള ആ സ്നേഹബന്ധം മരണം മുറിച്ചു കളഞ്ഞുവല്ലോ." ഈ വാക്കുകൾ പറയുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു. മക്കളായ ഹസനും ഹുസൈനും പിതാവിൻ്റെ വസ്ത്രത്തിൽ പിടിച്ച് കരയുകയായിരുന്നു. ആ രാത്രി മദീന കണ്ട ഏറ്റവും വലിയ സങ്കടത്തിൻ്റെ രാത്രിയായിരുന്നു.